പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ അമേരിക്കയെപ്പോലും കടത്തിവെട്ടി മുന്നേറുകയാണ് ഇന്ത്യ. ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നതിനിടെ പ്രതിരോധ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണിപ്പോൾ ഇന്ത്യ. അത്യന്തം മാരകമായ സ്ഫോടക വസ്തു സെബെക്സ് 2 പരീക്ഷണം നാവികസേന വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. നാഗ്പൂരിലെ MS ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡാണ് സെബെക്സ് 2 വികസിപ്പിച്ചത്. നിലവിൽ ആണവ അടിത്തറയില്ലാത്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടക വസ്തുവാണ് ഇന്ത്യയുടെ സെബെക്സ് 2. DND എന്ന അളവുകോലിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഫോടക വസ്തുവിന്റെ പ്രഹരശേഷി വിലയിരുത്തുന്നത്. ഇതുപ്രകാരമാണ് സെബെക്സ് 2 പ്രകടനം അളന്നത്. വിപുലമായ പരിശോധനകൾക്ക് ശേഷമാണ് സെബെക്സ് 2 പരീക്ഷിക്കുന്നതിന് നാവികസേന അനുമതി നൽകിയത്. ബോംബുകൾ, പീരങ്കി ഷെല്ലുകൾ എന്നിവയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഇതിന്റെ ഘടന. ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലാണ് നാവികസേന സെബെക്സ് 2 വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്തത്. കൂടാതെ DNDയുടെ 2.3 ഇരട്ടി സ്ഫോടന ശേഷിയുള്ള മറ്റൊരു വേരിയന്റ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂരിലെ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്. 6 മാസത്തിനകം ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ആദ്യത്തെ തെർമോബാറിക് സ്ഫോടക വസ്തു സെബെക്സ് 1 നാവികസേന അടുത്തിടെ പരീക്ഷിച്ചിരുന്നു. തീവ്രമായ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും നീണ്ട സ്ഫോടനമുണ്ടാക്കുകയും ചെയ്യാൻ ഇതിന് സാധിക്കും. മാസങ്ങൾക്ക് മുമ്പ് നാവികസേന സാക്ഷ്യപ്പെടുത്തിയ മൂന്നാമത്തെ സ്ഫോടക വസ്തു സിമിക്സ് 4 ആണ്. ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളേക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ സുരക്ഷ പ്രധാനമായ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്താം. പ്രതിരോധ ഉൽപ്പാദന കയറ്റുമതിയിൽ വൻ കുതിപ്പുചാട്ടമാണ് പുതിയ സാമഗ്രികളുടെ വരവോടെ ഇന്ത്യ കൈവരിക്കുക. ലോകരാജ്യങ്ങൾ ഇതിനകം തന്നെ സെബെക്സ് 2 അടക്കം നോട്ടമിട്ട് കഴിഞ്ഞു. 2024-25 പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ 1,75,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്.